പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. ഇപ്പം റീസെന്റ് തന്നെ ജാസി ഉമ്മയ്ക്ക് എഗെയിൻസ്റ്റ് ഒരു കൂടോത്രം എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതെന്താണ് സംഭവം? നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. ആശി ഞാൻ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ആശിയും ഞാൻ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചതാണ് ഇങ്ങനെ. അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഞാനും ആശി തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളാണ്. അതിൽ വിശ്വസനീയത വേണം. അതിപ്പോ ഞാനെന്നല്ല, എന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു ആൾക്കാരായാലും ചിലപ്പോൾ ഭഗവാനോട് ചോദിക്കും, പടച്ചറപ്പിനോട് ചോദിക്കും. അതും ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട്, മുതലെടുത്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതേപോലെ ഞാനും ചെയ്തു. അത് പിന്നെ പക്ഷെ ജാസി, എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമുക്കൊരാൾ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ഇങ്ങനെ ഒരു കൂടോത്രം എന്നുള്ള കാര്യം ചെയ്തിട്ട് വാങ്ങേണ്ടതാണ് സ്നേഹം. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്റെ ഒരു മൈൻഡ് നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഞാൻ അത്രമേൽ അയാളെ സ്നേഹിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? പിന്നെ ഇപ്പൊ എനിക്ക് വിശ്വാസമാണ്. കാരണം ഇപ്പൊ ഒത്തിരി മീഡിയസ് മുമ്പിലാണെങ്കിലും ചാനൽ മുമ്പിലാണെങ്കിലും ഒക്കെ അയാളെ എന്റെ കൈ പിടിച്ച് നടക്കലും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാം ഇനി എന്നെ വിട്ട് പോകില്ല എന്നുള്ളത്. ഒരു കൈ പിടിക്കലിൽ മാത്രമാണ് ഈ സ്നേഹം. നമുക്കൊരു ഫീൽ മനസ്സിലാവുമല്ലോ. പിന്നെ അയാൾക്ക് നല്ല കുറ്റബോധമുണ്ട്. ആഷിക്ക് ചെയ്തതിൽ ഭയങ്കര കുറ്റബോധമുള്ള ഒരു വ്യക്തി. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയണ്ടത്. ജാസി അഷിയെ ഉപദ്രവിച്ചിട്ട് അഷിയുടെ ഫേസിൽ കുറച്ച് നല്ല രീതിയിൽ എന്തൊക്കെയോ പാടുകളൊക്കെ വെച്ചിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാളോട് അന്ധമായിട്ടൊരു ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് ഒരാളുടെ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഉപദ്രവിക്കാൻ തോന്നുന്നു. ഇതുപോലെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ കേട്ടിരിക്കുന്നു. എനിക്കും അത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. പിന്നെ ആഷിനെ ഉപദ്രവിച്ചിട്ടില്ല ഉള്ളത്. ഞാൻ ആഷിനെ മാന്ത ചെയ്ത് മാന്തി ഒരു കടിയും കടിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നത്. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? ഇപ്പോ കുറെ ഇതേപോലെ ട്രാൻസിൽ കുറെ ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളായിട്ടും എനിക്ക് കുട്ടികളില്ല. നീ ഒരു സ്വപ്ന ലോകത്താണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വളരെ അകലെ. ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? നെയിൻ ബോർഡ് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഈ ചോദ്യം ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ തുണി കാണിച്ചു കൊടുക്കണം. അതാണ് ഏറ്റവും അപകടം. എന്താണ് ജാസിനെ മുറിച്ചതാണോ, ജാസിനൊന്ന് കാണാൻ പറ്റുന്നൊക്കെ ചോദിക്കണം. ഞങ്ങൾക്ക് പണിയുണ്ടാക്കണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.